തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. വിജയിന്റെ ടിവികെയാണ് DMKക്ക് വെല്ലുവിളി ഉയർത്തി ദ്രാവിഡ മണ്ണിൽ ഉയർന്നു വരുന്നത്. പുറത്തുവരുന്ന സർവേകൾ DMKക്ക് ആശയും ആശങ്കയും നൽകുന്നതാണ്. DMK തന്നെ വീണ്ടും തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുമെന്നും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് പുതിയ സർവേ വ്യക്തമാക്കുന്നത്. ലോയോള കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ റിപ്പോർട്ട് TVK നേതാവും നടനുമായ വിജയ് തെരഞ്ഞെടുപ്പിൽ വൻ കുതിച്ചുചാട്ടം നടത്തുമെന്നാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ അർഹതയുള്ള രണ്ടാമത്തെ നേതാവ് വിജയ് ആണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇത് DMKയുടെ മോഹങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. IPDSന്റെ ആദ്യ സർവേയിൽ രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവും അണ്ണാ DMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി K പളനിസ്വാമിയായിരുന്നു. എന്നാൽ പുതിയ സർവേയിൽ എടപ്പാടി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. DMK MP കനിമൊഴി നാലാം സ്ഥാനത്തും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അഞ്ചാം സ്ഥാനത്തും എത്തി. TVKയുടെ വരവോടെ രാഷ്ട്രീയ രംഗത്ത് പ്രകടമായ മാറ്റമുണ്ടായെന്നും സർവേയിൽ സൂചിപ്പിക്കുന്നു. TVKയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക DMK ആണെന്ന് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. തൊട്ടു പിന്നാലെ വിടുതലെ ചിരുതൈഗർ കക്ഷി, അണ്ണാ DMK എന്നിവയായിരിക്കും. പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്ന യുവ നേതാക്കളുടെ വിഭാഗത്തിൽ വിജയാണ് ഒന്നാമത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K അണ്ണാമലൈ രണ്ടും, ഉദയനിധി സ്റ്റാലിൻ മൂന്നാം സ്ഥാനത്തും NDK നേതാവ് സീമാൻ നാലാം സ്ഥാനത്തുമാണ്. 234 നിയമസഭാ മണ്ഡലങ്ങളിലെ 81,375 പേരുടെ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ നടത്തിയത്. അതേസമയം സമ്പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന നടൻ വിജയുടെ അവസാന സിനിമയായി കണക്കാക്കപ്പെടുന്ന ജനനായകൻ റിലീസിനൊരുങ്ങുകയാണ്. ജനനായകന് ശേഷം പൂർണ്ണ ശ്രദ്ധ രാഷ്ട്രീയത്തിലേക്ക് നൽകാനാണ് തീരുമാനം. തമിഴക വെട്രിക്കഴകം എന്നാണ് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. തമിഴകം ആഘോഷിക്കുന്ന താരമായതിനാൽ വിജയ് സിനിമാ രംഗത്ത് നിന്നും വിട വാങ്ങുന്നതിൽ ആരാധകരും കടുത്ത വിഷമത്തിലാണ്. മലേഷ്യയിൽ വെച്ച് നടന്ന ജനനായകൻ ഓഡിയോ ലോഞ്ചിൽ താൻ സിനിമ വിടുന്ന കാര്യം വിജയ് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഭാവിയിൽ വിജയ് കോളിവുഡിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. ഇതിന് കാരണവും ഇവർ നിരത്തുന്നുണ്ട്. വിജയ് ലക്ഷ്യം വെക്കുന്നത് തന്റെ പാർട്ടി തമിഴ് രാഷ്ട്രീയത്തിൽ പ്രബല സാന്നിധ്യമാകുക എന്ന് മാത്രമല്ല, മറിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. അടുത്ത തമിഴ്നാട് നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനം നേടുക എന്നതാണ് സ്വപ്നം. തനിക്കുള്ള ജനപിന്തുണ കൊണ്ട് ഇത് സാധ്യമാകുമെന്ന് വിജയ് കരുതുന്നു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്നമാണെന്നാണ്. പുറത്തുവരുന്ന സർവേകൾ അനുസരിച്ച് തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണ്. പ്രതിപക്ഷ പാർട്ടിയായി TVKയെ 5 വർഷമെങ്കിലും നയിക്കാൻ വിജയ് തയ്യാറാകുമോ എന്ന ചോദ്യമുണ്ട്. കിരീടം വയ്ക്കാത്ത രാജാവാണ് സിനിമാ രംഗത്ത് വിജയ്. പ്രതിപക്ഷ നേതാവായി മാധ്യമങ്ങളോട് സംസാരിച്ച് നിയമസഭയിൽ വാദിച്ച് നിൽക്കാനൊക്കെ വിജയ് തയ്യാറാകുമോ എന്ന് ആരാധകർക്ക് പോലും സംശയമുണ്ട്. അതിനാൽ തന്നെ വിജയ് തുടർന്നും സിനിമകൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നെറ്റിസൺസ് പ്രതീക്ഷിക്കുന്നുണ്ട്.